ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ചാർട്ടാണ്. അപ്പം ഇന്നലത്തെ ഒരു ചാർട്ടാണ്. ഇന്നിപ്പം ഞാൻ സാറ്റർഡേ ആണ് ചെയ്യുന്നത്. അപ്പം ഫ്രൈഡേയിൽ ഞാനെടുത്തൊരു എൻട്രിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത് ഞാൻ വ്യാഴാഴ്ച ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് വരച്ച സപ്പോർട്ട് ലൈൻസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ളത് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. അപ്പം ഈ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുള്ളത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈൻ ഞാൻ കറക്റ്റായിട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഓപ്പണായി ഈ ഒരു ക്യാൻഡിൽ തന്നെ ഈ മാർക്കറ്റ് ഓപ്പണായി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു എൻ്റെ എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് ആയിരുന്നു. അപ്പോൾ ആ പുൾ ബാക്ക് കറക്റ്റായിട്ട് കിട്ടി ഒരു 9ലോ 20ലോ കറക്റ്റ് ക്ലിയർ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാം എന്നുള്ള ഇതിൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് പുൾ ബാക്ക് എടുത്തത് ഈ ഒരു 923 ക്യാൻഡിലിൽ എനിക്ക് കറക്റ്റായിട്ട് ഒരു പുൾ ബാക്ക് എടുത്തു. അപ്പോൾ 923 പുൾ ബാക്ക് എടുത്ത് 924 ആയപ്പോൾ ഈ ഒരു ക്യാൻഡിൽ 923 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അപ്പം മോളിൽ നിന്ന് ചെറിയൊരു റിജക്ഷൻ വന്ന് 23 ക്യാൻഡിലിൽ 24 ക്യാൻഡിലിൽ മോളിൽ നിന്ന് റിജക്ഷൻ വന്ന് 23 ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എൻട്രി എടുത്തു. അപ്പം എൻ്റെ എൻട്രി പോയിന്റ് വന്നത് 924ലാണ്. അപ്പം 924ൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്തൊരു സപ്പോർട്ട് ലൈൻ ആയിരുന്നു. ആ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പാണ് ഞാനിവിടെ ആ ഒരു ലൈനാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ അതുവരെ ഞാൻ ക്ലിയർ ആയിട്ട് പോകുന്നത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 924ൽ ഞാൻ എൻട്രി എടുത്തിട്ട് ഞാൻ എക്സിറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലിൽ അത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി താഴേന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓപ്ഷൻ ബൈയിങ് ഒക്കെയാണ്, അപ്പോൾ ഒരു ഡിക്ക് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ആ 931ൽ തന്നെ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ എൻട്രി വന്നത് 924ലും എക്സിറ്റ് വന്നത് 934ലാണ്. അപ്പം 9 EMAയുടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ടും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർഡർ ബുക്ക് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഓർഡർ ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ 55,600 പുട്ടാണ് ഞാൻ ഇന്നലെ ബൈ ചെയ്തത്. അത് എടുത്ത പ്രൈസ് എന്ന് പറയുന്നത് 226 ആണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 22 ഓഗസ്റ്റിന് എടുത്ത 924നാണ് എൻ്റെ എൻട്രി വന്നത്. അപ്പം 924ന് എൻട്രി വന്നു. ആവറേജ് പ്രൈസ് വന്നിരിക്കുന്നത് 226ലാണ്. ഇപ്പം ആവറേജ് പ്രൈസ് വന്നിരിക്കുന്നത് 226 ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലോട്ടാണ്. അപ്പം 35 ആണ് എൻ്റെ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്. ഒരു ലോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ എക്സിറ്റ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് 287ലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 931 ഇവിടെ ഓർഡർ ടൈം നമുക്ക് ലാസ്റ്റിൽ കാണാം. ഓർഡർ ടൈം നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 931 ആണ്. അതുപോലെ തന്നെ ആവറേജ് പ്രൈസ് വന്നിരിക്കുന്നത് 287 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 പോയിന്റ്സ് ആണ് എനിക്ക് ഒരു സിംഗിൾ ലോട്ടിൽ അല്ലെങ്കിൽ സിംഗിൾ ട്രേഡിൽ എനിക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഓവറോൾ അതിൻ്റെ P&L വന്നിരിക്കുന്നത് 2145 ആണ്. ഓവറോൾ വന്നിരിക്കുന്നത് 2145 ആണ്. അതിൽ ബാക്കി ചാർജസും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഓവറോൾ നെറ്റ് P&L വന്നിരിക്കുന്നത് 2080 ആണ്. അപ്പം ഇതാണ് ഇന്നലെ എനിക്ക് വന്നിരിക്കുന്ന P&L വന്നിരിക്കുന്ന ആവറേജ് ഒരു നെറ്റ് P&L എന്ന് പറയുന്നത് 2080 രൂപയാണ്. അപ്പം ഇതാണ് ഇന്നലത്തെ ഞാനെടുത്ത ഒരു ട്രേഡ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഡെയിലി അനാലിസിസിലാണെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, മാക്സിമം അല്ലാണ്ട് ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ എടുക്കുന്ന ട്രേഡുകളിലൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് SL കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്വിങ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു കേസിൽ എനിക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടൊരു എൻട്രി പോയിന്റ് എനിക്കിവിടെ 924ൽ എനിക്ക് 1 മിനിറ്റിൽ വന്നതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റി. അപ്പം 9ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ 20ലൊരു സപ്പോർട്ടെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ 9 മൂവിങ് ആവറേജോ 20 മൂവിങ് ആവറേജ് ഏതെങ്കിലും ഒരു ബേസും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ആ എൻട്രിയിൽ കയറാൻ പറ്റും. അപ്പം ഇതാണ് ഇന്നലെ എടുത്ത ഒരു 1 മിനിറ്റ് സ്കാൽപ്പിംഗ് വീഡിയോ. താങ്ക് യു.